ഹോസ്പിറ്റലിൽ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നൊരു സാധനം. ഞാൻ ഇന്നലെ 2 ആഴ്ചയായിട്ട് ഈ സാധനം ഓർഡർ ആക്കിയത്. ഇപ്പം അതിനിടെ കിട്ടുന്നില്ല. ഇത് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോഴാണ് പെരക്ക് വന്നിട്ടുണ്ടായത്. അതിന് ചെമ്മ് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൺലൈനിൽ പേ ആക്കിയത് കൊണ്ട് എനിക്ക് ചെറിയ റേറ്റിന് കിട്ടിയിട്ടുണ്ട്. സോ തമിഴ്നാട്ടിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായി ട്രൈപോഡ് കേട്ടോ. സത്യം പറയട്ടെ, ഞാനൊരു ട്രൈപോഡ് ഉണ്ടാവും ഒരു 3 വാങ്ങിയിട്ടുണ്ടാവും. സംഭവം വരുന്നുള്ളത് സെൽഫി സ്റ്റിക്ക്. എനിക്കറിയില്ലല്ലോ ഇതിൻ്റെ A to Z. എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. ഇത് ഞാൻ ഫിറ്റാക്കുന്ന ഒരു സംഭവം കണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ വന്നിട്ട് തച്ചെന്നെ കൊല്ലും. എന്താ അതിന് ഞാൻ ഫിറ്റിംഗ് ആക്കുന്നുള്ളത്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇത് ഓപ്പൺ ആക്കിയിട്ടാകുമ്പോഴത്തേക്ക് വെളുത്ത് കാണുമ്പോൾ എനിക്ക് എന്നൊന്ന് ഞാൻ മീഷോയിൽ കുറേ ഞാൻ എന്താ അറിയില്ലേ കുറേ ലിങ്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് വാങ്ങിയിട്ടുള്ളത്. എന്നൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ കുറേ നേരം അതിനായിട്ട് ഒരു 2 മാസം ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് നോക്കിയിട്ട് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് ആ സാധനം കിട്ടിയിട്ടാ. അങ്ങനെ വേറൊരു ലിങ്കിൽ ഞാൻ എടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. അവർ നല്ലതെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ചെറിയ റേറ്റ് ആയത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതാ ഈ പേപ്പറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് 20 rupees ക്യാഷ് പ്രൈസ്. സോ അതിരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇടതാ ഈ ഒരു സാധനമുണ്ട്. ഇതിൻ്റെ എനിക്കറിയില്ല കേട്ടോ. ഒരിക്കൽ ഞാൻ സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് എന്ന് പറഞ്ഞിട്ട് സെൽഫി സ്റ്റിക്ക് വാങ്ങി. ഫോൺ നിൽക്കുന്നില്ല, അങ്ങനെ തന്നെ വീണ്. എന്നിട്ട് റിട്ടേൺ ആക്കി. പിന്നെ ഒന്ന് വാങ്ങി. ഇത് കാണുമ്പോൾ ഇതിലുണ്ടല്ലോ ട്രൈപോഡ് കാണിക്കുന്നുണ്ടോ വരുമ്പോഴത്തേക്ക് സെൽഫി സ്റ്റിക്ക് കിട്ടാം. ഫോൺ നിൽക്കുന്നില്ല. കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വ്ലോഗ് എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടാ. അങ്ങനത്തെ ഈ സാധനം കൈമ കിട്ടിയിട്ടാകുമ്പോൾ എനിക്കിത് എങ്ങനെ തുറക്കല് എനിക്കറിയില്ല കേട്ടോ. ശരിക്കും എന്ത് പറയല് നമ്മൾ കന്നഡത്തിലുണ്ട് മങ്ങന കയ്യിൽ മാണിക്ക കൊട്ടാക്കിയെന്ന് പറഞ്ഞ പോലെ. ഇതെന്ത് കുറങ്ങനെ കയ്യിൽ വജ്രം കൊടുത്ത പോലെ ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ട്രൈപോഡ് തന്നെ ഞങ്ങൾക്കറിയില്ലതാ ഇതിങ്ങനെ എങ്ങനെ ഇതാക്കുമ്പോൾ ഇത് നിൽക്കുന്നില്ല. ഞാൻ ഈ മണ്ടത്തിയായത് കുറേ നേരം ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ടാണ്. ഇത് എന്തെന്ന് എനിക്കറിയില്ലല്ലോ. ട്രൈപോഡ് ഇങ്ങനെ ഫോണിൽ എല്ലാവരും വ്ലോഗ് എടുക്കുന്നത് കാണുന്നത് ഇങ്ങനെയെല്ലാം കാണുന്നത്. പക്ഷേ എങ്ങനെ യൂസ് ആക്കാമെന്ന് എനിക്കറിയില്ല. കുറേ നേരം ഞാൻ ഇതിൽ പിടിച്ചിട്ട് കുറേ നേരം ഇതാക്കിയിട്ടതാ ഇത് ഇതാക്കുമ്പോഴത്തേക്ക് ഇതാ കണ്ടാ അങ്ങനെ നിൽക്കുന്നേയില്ല. ഒരു ഐഡിയ കിട്ടുന്നില്ല. കുറേ നേരം ഇരുന്ന് മുകളിലൊക്കെ എത്ര ലെങ്ത്തിലുണ്ടെന്ന് നോക്കിയിട്ട് തന്നാലെ പൊന്തിയത്. ഞാനിത് നിർത്തിക്കാൻ പോകുമ്പോഴത്തേക്ക് അത് മുകളിലോട്ടായി. പക്ഷേ ലെങ്ത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല എനിക്ക്. പക്ഷേ ഇതെങ്ങനെ യൂസ് ആക്കണേ എന്തെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ലെങ്ത്ത് ഇതാ ഇത്ര വന്നിട്ടുണ്ട്, പക്ഷെ നിൽക്കുന്നില്ല. ഞാൻ ചെറുങ്ങനെ ഒരു അമർത്തിനാകുമ്പോൾ ഒരു ട്രിക്ക് കിട്ടി, കുറച്ച് താഴെ വന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാ ഇങ്ങനെ താഴോട്ടാക്കിയെങ്കിൽ ഇത് നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. ലഡു പൊട്ടി മനസ്സിലായി. പിന്നെന്താ പറയല്, ഇനി ഈ സാധനം സെറ്റായി. ഇതെന്തെന്നറിയോ, എനിക്കൊന്നാമത് താക്കത്തില്ല, പെട്ടെന്ന് ഇതാകുന്നില്ല. അപ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ മടക്കി വെക്കാന്ന് അറിയുമ്പോഴത്തേക്കുണ്ടല്ലോ മടുക്കാനും നേരെ കഴിയുന്നില്ല എന്ന്. പെട്ടെന്ന് മടുക്കാനാകുമ്പോഴത്തേക്ക് എന്താ പറയല് മടങ്ങിപ്പോന്ന്. അതിൻ്റെ താഴെ ഉണ്ടല്ല ഒരു 3 സാധനം നല്ല കട്ടിയുണ്ട്. പക്ഷെ അതിൻ്റെ സൈഡിൽ ആ ഓപ്പൺ ആക്കിയിട്ട് വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ച് എന്താ പറയല് ഒടിയുന്ന കണിക്കുന്നുണ്ട്, ഇങ്ങനെ പൊട്ടുന്ന കണിക്കുന്നുണ്ട്. പിന്നെ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഫിറ്റാക്കാൻ പഠിച്ച തമ്പുരാനൊക്കെ അറിയാം. ശരിക്കും എനിക്കറിയില്ല കേട്ടോ. എനിക്കിത് ബേസിക്കായിട്ട് നമുക്കൊരു ട്രൈപോഡ് എന്തെങ്കിലും വേണം. അതിന് വേണമായിട്ട് ഞെട്ടാ ഞാൻ ഇത്രയും ടൈം അത് ലോങ് എടുത്തിട്ട് പോയത്. എന്ന് വെച്ചെങ്കിൽ നമ്മൾ വീഡിയോയിൽ ക്ലിക്കാവോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് പോയത് കൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ്. എന്താ വെച്ചെങ്കിൽ കുറച്ച് റീച്ച് ആയിക്കൊണ്ടുണ്ടല്ലോ. അപ്പോൾ ഇതെങ്കിലും വാങ്ങിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങുന്നില്ല കേട്ടോ. കട്ടക്ക് സപ്പോർട്ട് ഇക്കാവും. എന്ത് പറഞ്ഞാലും വാങ്ങി തരും കേട്ടോ. ഇവിടെ പറഞ്ഞാൽ മതി എനിക്ക് യൂസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മോളേന്ന് പറയും. അതുകൊണ്ട് ഞാൻ എന്താക്കല് ഞാൻ നോക്കല് എന്താ വെച്ചെങ്കിൽ വലിയ റേറ്റ് കൊടുത്തിട്ട് സാധനം വാങ്ങിയെങ്കിൽ എന്താണെന്ന് പറഞ്ഞെങ്കിൽ അഥവാ ബയ്യ എന്തെങ്കിലും യൂസ് ആയില്ലെങ്കിൽ ഞാൻ പേടിച്ചിട്ട് എല്ലാവരും നോക്കി ചെറിയ റേറ്റുള്ളത് നോക്കിയിട്ടിട വാങ്ങിയിട്ടുള്ളത്. എനിക്കിത് 338 രൂപയ്ക്ക് കിട്ടിച്ചു. ഞാൻ സെൽഫി സ്റ്റിക്കെല്ലാം വാങ്ങിയിട്ട് അത് 200 സംതിങ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വർത്തയല്ല എനിക്ക് ഇത്. എനിക്കറിയില്ല വർത്താണോ എന്തെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ശരിക്കുള്ള റിവ്യൂ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വർത്താണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മസ്റ്റാക്കി വാങ്ങിക്കോ. പിന്നെന്താ എന്ത് പറയല്, ഇത് എന്നെ കണ്ട ഞാൻ ഫിറ്റാക്കുന്ന ഇത് നോക്കി എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എന്ത് പറയില്ല. ഞാൻ കുറച്ച് നേരം എന്തെല്ലാം കളിച്ച് എന്തെല്ലാം ആക്കിയത് എനിക്ക് എന്നെ പഠിച്ചോനെ അറിയും. എന്തെല്ലോ ആക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് കുറച്ച് ഐഡിയ കിട്ടിക്കൊണ്ടുണ്ട്. ഞാൻ പിന്നെ എന്താക്കി അതിനുള്ളിൽ എന്തെങ്കിലും പേപ്പർ ഉണ്ടോയെന്ന് നോക്കുന്നുള്ളത് കേട്ടോ. എന്ന് വെച്ചെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതിനെ നോക്കി നമുക്ക് ഫിറ്റാക്കിയാൽ മതിയല്ലോ. ഇത് ഒന്നാമത് എൻ്റെ ഫോൺ ഇതിൽ വെക്കണ്ടേ. ഫോൺ വീണെങ്കിൽ ട്രൈപോഡ് പോയെങ്കിൽ
പോയി. ചെറിയ റേറ്റ് ആയിട്ട് ഫോണ് വീണെങ്കിൽ പിന്നെ പഠിച്ചോനെ ഇക്ക ബയ്യെത്തിയില്ല ആ സാല മൂലന്നറിയും. പക്ഷെ അതിന് കൊടുത്ത് എന്താ പറയലേ, അത് എന്നെ ഇതന്നെ ഞാൻ എന്ത് പറയലേ റിക്വസ്റ്റ് എന്തല്ലോ പറഞ്ഞ് ലാസ്റ്റ് ഈ ഫോൺ കിട്ടിയത്. പിന്നെ ഇനി എന്താ പറയലേ, ഈ ഫോണും വീണെങ്കിൽ ഇക്ക വാങ്ങി തരും, അത് വേറെ പ്രശ്നം. പക്ഷെ പൊട്ടിപ്പോയെങ്കിൽ എൻ്റെ പൊടിച്ചോനെ ഞാനിങ്ങനെ ഞാൻ ചപ്പോ സത്യം പറഞ്ഞെങ്കിൽ. പിന്നെന്താ ഏകദേശം ഞാനൊരു ഫിറ്റിംഗ് ആക്കിക്കൊണ്ടുള്ളു, പക്ഷെ ശരിയാവുന്നില്ല പഠിച്ചോനെ. ഒരിക്കലും ശരിയാന്നു ഒരിക്കലും ശരിയാകുന്നില്ല. അതാ ഇതിങ്ങനെ മടക്കുമ്പോൾ ആടെ ബെൻഡായിട്ട് എനിക്ക് ബേജാറായി പോയി. എന്താ പറയില്ലേ, ഞാൻ ഇപ്പം ഇത്ര കഷ്ടപ്പെട്ട് ശരിയാക്കിക്കൊണ്ടുണ്ടാകുമ്പോൾ എന്താ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് കട്ടിയില്ലാട്ടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അതിങ്ങനെ തൊടുമുന്നേ അടയുന്നത് അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഉണ്ടല്ലോ വീഴുന്നില്ല, ആടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട്. താക്കത്തില്ലാത്ത കൊണ്ട് ഇത് രക്ഷപ്പെട്ട്. എനിക്ക് കുറച്ച് താക്കത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ പൊളിക്കട്ടീനു. എങ്ങനെ എന്താ ക്ഷമ തന്നാൽ മതിയായിരുന്നു ഇത് ഫിറ്റിംഗ് ആക്കാനല്ല. പിന്നെ ഞാൻ ഇതിന് 2 ദിവസത്തിൽ ശരിയാക്കും, അത് വേറെ കാര്യം. ഞാൻ ഇത് ഫിറ്റിംഗ് എല്ലാം ആക്കിയിട്ട് ഗോഡ്രേജിന് മുള വെക്കണം, വേറെ വഴിയില്ല. എന്താ വെച്ചെങ്കിൽ ഞാൻ എന്നെ കഷ്ടപ്പാട് നിങ്ങൾ കാണുന്നില്ലല്ലോ, ഈ ഫിറ്റാക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കിയാൽ. ഇനി നെക്സ്റ്റ് എനിക്ക് ട്രൈപോഡ്, ഇനി ചെറിയൊരു മൈക്ക് വാങ്ങണം. എന്താ വെച്ചെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ആവാമെന്ന് അറിയിച്ചുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ക്ലാരിറ്റി ഇപ്പോൾ കുറച്ച് ഏകദേശം ഓക്കെയായി മുമ്പത്തിനേക്കാളും. ഇപ്പോൾ കുറച്ച് അതിനുള്ള വേണമെങ്കിൽ ചെറിയ തിങ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സത്യം പറയല്ല, എനിക്കുണ്ടല്ലോ ഒരു 5 മിനിറ്റ് എന്തോ ആയി എന്തോ എനിക്ക് എൻ്റെ ഇത് പോയിട്ടാ എല്ലാം. എൻ്റെ ക്ഷമ എന്താ പറയില്ല അതെല്ലാം പോയി. ഒരിക്കൽ ഞാൻ പറക്കി ചാടാൻ തോന്നി, പക്ഷേ സമ്മതിച്ചു കൊടുക്കില്ല. ശരിയായിട്ടുണ്ട് സംഭവം ഇങ്ങനെ തന്നെ. പക്ഷെ എനിക്കറിയില്ലല്ലോ ഇതിങ്ങനെ തന്നെയാണ്. ഇത് അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു. പക്ഷെ ഫോൺ സ്റ്റിക്ക് ആക്കുമ്പോൾ അത് ശരിയായിട്ടാ. ഞാൻ പിന്നെ അത് ഊരി എങ്ങനെ എന്തോ ഞാൻ നിങ്ങൾ എന്നെ നോക്കിയാൽ എന്നെ ചിന്തിച്ച് നോക്കിയാൽ ഇത് ആകെ 2 മിനിറ്റിൻ്റെ പണി. ഇതിനെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അയ്യാനൂട്ടാ സൗണ്ട് ആക്കിയത്, അച്ചിങ്ങാക്കിയത് ഉറങ്ങുന്നില്ല. ഇത് ഞാനുണ്ടല്ലോ ഈ വീഡിയോ ഷൂട്ടാക്കുന്നത് അതിൻ്റെ ഡിസ്ചാർജ് ആയിട്ടുള്ള പിറ്റേ ദിവസമായിട്ടാ ഇന്നത്തെ. അപ്പോൾ എനിക്ക് ഇന്ന് എന്ത് പറയലേ അതിനെക്കുറിച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കാം നമുക്ക്. അതുവരെ നിങ്ങൾ ഫിറ്റിംഗ് ആക്കുന്നത് നോക്കിക്കോട്ടാ. എനിക്ക് ഇന്നലെ രാത്രി നല്ല ചുമയുണ്ടായിന്, പനിയൊന്നും ഉണ്ടായിട്ട് കേട്ടാ. അങ്ങനെ കുറച്ച് നല്ല ടയർഡ് ഉണ്ടായിന്. അങ്ങനെ ഉറങ്ങി രാത്രി ആകുമ്പോൾ തുടങ്ങി ചുമ. എൻ്റെ അല്ലോ ചുമച്ച് ഇങ്ങനെ ഓക്കാനും കുത്തുന്നുണ്ടായിന് കേട്ടാ. ഒമിറ്റ് വീഴുന്നുണ്ട്, എന്തെല്ലോ ഉച്ചയ്ക്ക് എനിക്ക് ആവുന്നുണ്ടായിന്. ലാസ്റ്റ് ഉറങ്ങി രാവിലെ ആകുമ്പോഴത്തേക്ക് വീണ്ടും എന്ന് പറയല് ലൈറ്റായിട്ട് നല്ല ചൂടുണ്ട്. പിന്നെ എന്താ പറയുക ലൂസ് മോഷൻ സ്റ്റാർട്ടായി. എന്തോ ഒരു ഐഡിയ ഇല്ല. മരുന്നും കൊടുത്തു എല്ലാം കൊടുത്തു. പക്ഷേ ഇപ്പോൾ കുറച്ച് ടയർഡ്നെസ് മാറിക്കൊണ്ടുണ്ട്. പക്ഷേ ലൂസ് മോഷൻ ആകുമ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഭയങ്കര ഒരു ഒക്കെ ഇല്ലാത്ത കാണിക്കുക, ചെറുങ്ങനെ പൊള്ളുന്ന എല്ലാം ഉണ്ട്. പിന്നെ മരുന്ന് ഒന്നാമത് പനീൻ്റെതും തന്നിട്ട, അതാണ് ടെൻഷനായിട്ടുള്ളത്. സോ എന്താ പറയല് ഇനി ഒരു 2-3 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഓനിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഉണ്ടാകുമ്പോണ്ടല്ല ഭയങ്കര ബേജാറിട്ടാ. ഇല്ലെങ്കിൽ എനിക്ക് ഭയത്തുക്കണം അയ്യനോ അതാക്കല്ല ആയനോ അടുത്തോടല്ല ആയനോ അടപ്പമല്ല ആയനോ ഇതന്നെ ഭയത്തുക്കണം. ഇപ്പം ഒന്നുമില്ല കേട്ടാ. ബയ്യെത്താൻ വേണ്ടിയിട്ട് കൊതിയാന്ന് എന്താ വെച്ചെങ്കിൽ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടാവും. ഞാൻ അയനെന്തെ കളിക്കാനും ഞാൻ ബയ്യത്തിൽ എന്തെങ്കിലും ആക്കാനും എന്നാൽ ഓന് കളിച്ചോണ്ടുണ്ടാകുമ്പോൾ കാണുമ്പോൾ ഒരു ഹാപ്പി. ടി വി വെച്ചാൽ പറയുമ്പോൾ ടി വി വേണ്ട അമ്മി, കളിക്കുന്ന അറിയുമ്പോൾ കളിക്കുന്നുമില്ല, മുണ്ടാതെ എൻ്റെ അടുത്തിരിക്കുന്നു. കുറച്ച് നേരം മാമരൊക്കെ പോകുന്നു. ഒരു ആ സമയമ്പോഴത്തെ പിന്നെ കുറച്ച് ഓക്കെ ആയിട്ടാ ഇപ്പോൾ ഞാൻ ഉറക്കിയിട്ടുള്ളത്. ഞാൻ എന്ത് പറയലേ മാമാനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ബാബീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ കേട്ടോ അടുത്തവർ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ആടെ പോയിട്ടുണ്ടായിന്. പിന്നെ എന്താ പറയുക ആടുന്ന് വരുമ്പോഴത്തേക്ക് ഒരു യുദ്ധം കഴിഞ്ഞൊരു കരഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിന്. പിന്നെ കുറച്ച് നേരം അപ്പോഴത്തേക്ക് ടി വി വെക്കുന്നുണ്ടായിട്ട. കുറച്ച് നേരം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ടി വി വെച്ച് കൊടുത്തിട്ട് കുറച്ച് ചോറ് കഞ്ഞെല്ലാം കൊടുത്ത് പിന്നെ നേരെ ബാബീൻ്റെ അവിടെ പോയിട്ട് ആകുമ്പോഴത്തേക്ക് ഒന്ന് കുറച്ച് നേരം ഫോണല്ല ടി വി വെക്കുന്നുണ്ടായിന്. പിന്നെ എന്താ പറയല് പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് ക്യാച്ചലെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഉറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉറങ്ങുമ്പോൾ ഒരു മൈന പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ചുമ, അതാണ് ഇപ്പം മൈനുള്ള പ്രശ്നം. സോ ഏകദേശം എൻ്റെ എന്താ പറയല്ലേ എല്ലാം സെറ്റായിക്കൊണ്ട് വന്ന് കഴിച്ച് കണ്ട ഞാനൊരു പ്രോ മാക്സ് അല്ലേ. എന്താ പറയല്ലേ ഈ 2 മിനിറ്റിൻ്റെ സാധനം ഞാൻ 10 മിനിറ്റ് ആക്കിയതിന് ബാക്കിയുള്ള സാധനം എൻ്റെ കൈമ കിട്ടി ഞാൻ എന്താക്കും. അപ്പോൾ സെറ്റ് ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാട്ടാ. ഇനി മിനി വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം. ഇനി ആടെ ക്ലീനിങ് പരിപാടിയിലുണ്ട് ഗൈസ്. അപ്പോൾ ബായ്.